ഇതിനുവേണ്ടി പണിയെടുത്ത ഒരുപാട് മനുഷ്യരെ കൂടെ അത് ബാധിക്കും. അങ്ങനെ ആത്മാർത്ഥമായി ഊണോ ഉറക്കോ ഇല്ലാതെ രാവും പകലില്ലാതെ പിന്നെ കഠിനാധ്വാനം ചെയ്തവരാണ് പിന്നെ പ്രവാസികൾ. നേരത്തെ അഹമ്മദ് സാഹിബൊക്കെ ഇടപെട്ടിരുന്നല്ലോ ഈ വിഷയത്തിൽ. യെസ്, അന്ന് കേന്ദ്രമന്ത്രിയായിരിക്കെ അഹമ്മദ് സാഹിബ് ഇടപെട്ടു. അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ കേസ് ഉണ്ടായ സമയത്ത് അന്ന് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നേരിൽ ബന്ധപ്പെട്ടു ഈ കാര്യത്തിൽ. പക്ഷേ അപ്രതീക്ഷിതമായി അടുത്ത 2 വർഷത്തിനകം അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെടുന്നു. അവിടെ പിന്നീട് നമുക്കുള്ള കുടുംബവുമായിട്ടുള്ളൊരു ബന്ധം, അവൻ്റെ സഹോദരങ്ങളുണ്ടെങ്കിലും അവരൊക്കെ മറ്റു ഭാഗങ്ങളിൽ ജോലി തേടി പോയതവരായിക്കൊണ്ട് അവർ ബന്ധപ്പെടാൻ കഴിയില്ല. പിതാവ് ആക്സിഡന്റിൽ മരണപ്പെട്ടു. നമ്മുടെ മുമ്പിൽ അബദ്ധം എന്ന് പറയാമെങ്കിലും സൗദി നിയമത്തിൻ്റെ മുന്നിൽ അത് കൃത്യമായൊരു കുറ്റകൃത്യമായിരുന്നു. അതുകൊണ്ടാണ് അവർ ശിക്ഷിച്ചത്, അല്ലാതെ വെറുതെ ശിക്ഷിച്ചതല്ല. ആ ശിക്ഷയ്ക്ക് പിന്നെ അനുവാദമായുള്ളൊരു പിന്നെ കുറ്റം, വലിയൊരു കുറ്റകൃത്യം അവിടെ നടന്നിട്ടുണ്ട്. അവസാന ഘട്ടം അവർ പറയുന്നത് 15 മില്യൺ കിട്ടിയാൽ മാത്രമേ അങ്ങനൊരു തുക നമുക്ക് സമാഹരിക്കാൻ കഴിയുന്നവർ ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവില്ല. അത് ആയിരിക്കാം, അങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അത്രയും വലിയൊരു തുക ചോദിക്കുമ്പോൾ ഒരിക്കലും റഹീമിന് അങ്ങനെ ഒരു വീരപരിവേഷം നൽകേണ്ട ഒരു കാര്യമില്ല എന്ന് മാത്രമല്ല, ഈ സമിതികളൊക്കെ പ്രവർത്തിച്ചതും ഈ ജനങ്ങളൊക്കെ ഫണ്ട് തന്നതും ആ ഉമ്മായുടെ കണ്ണീരപ്പാൻ, ഉമ്മായുടെ മുന്നിലേക്ക് അബ്ദുറഹീമിനെ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. ബാക്കി കുറച്ച് പണം ഉണ്ടായിരുന്നല്ലോ, അതെങ്ങനെ ചെലവഴിക്കാനാണ് പ്ലാൻ? ഈ ഫണ്ടിൻ്റെ കാര്യത്തിലോ മറ്റു കാര്യത്തിലൊന്നും ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. പൂർണ്ണമായും സുതാര്യമായി എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് എല്ലാ കക്ഷികളും ഉണ്ടല്ലോ ഇതിൽ. ഏതെങ്കിലും ഒരു കക്ഷികൾക്ക് ആർക്കെങ്കിലും ഇതിലൊരു സ്വാധീനം ചെലുത്താൻ കഴിയില്ല, അല്ല എന്തെങ്കിലും അപകടകരമായ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ്സും നടത്താൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, സാഗർ ടോക്സിലേക്ക് സ്വാഗതം. സൗദി KMCC നാഷണൽ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി റഹീം മോചനത്തിന് വേണ്ടി ധാരാളമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത പ്രിയപ്പെട്ട അഷ്റഫ് വേങ്ങാട്ടാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. സ്വാഗതം. നമ്മൾ ഇരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് മലയാളത്തിൽ കേരളീയരൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് അബ്ദുൾ റഹീമിൻ്റെ മോചനം. അതായത് 20 വർഷത്തോളം സൗദി ജയിലിൽ കഴിഞ്ഞ ഒരു മലയാളി, ആ മലയാളിയുടെ മോചനത്തിന് വേണ്ടി മലയാളികൾ ഒന്നിച്ചു നിന്ന ഒരു മൂവ്മെൻറ്റ്. അതായത് ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു പക്ഷേ ഇത്രയും വലിയൊരു മൂവ്മെൻ്റ് ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുണ്ടാവില്ല. അതിന് ഒരു നേതൃപരമായ പങ്ക് വഹിച്ച ഒരാളാണ് അഷ്റഫ് ഖാൻ. അപ്പോൾ സൗദിയെ സംബന്ധിച്ചിടത്തോളം സൗദിയുടെ പിന്നെ ആ നിയമവ്യവസ്ഥയുടെ അകത്തു നിന്നുകൊണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു മനുഷ്യനെ രക്ഷിച്ചെടുക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം, ആ ദൗത്യത്തിലേക്കുള്ള പിന്നെ ആ ദൗത്യവുമായി ബന്ധപ്പെട്ട യാത്രകൾ, അതിൻ്റെ നാൾവഴികൾ, ഇപ്പോഴത്തെ അതിൻ്റെ ഒരു സ്റ്റാറ്റസ്, ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിരിക്കുന്നത്. എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ റഹീം മോചനത്തെക്കുറിച്ച് ഈ അടുത്ത് മാത്രമാണ് മലയാളികൾ സജീവമായിട്ട് കേൾക്കുന്നത്. അതിനു മുമ്പ് അത് പിന്നെ ഈ ഗൾഫ് പേജുകളിൽ മാത്രം വരുന്ന, സ്ഥിരമായിട്ട് വരുന്ന ഒരുപാട് വാർത്തകളുണ്ട്. ഇങ്ങനെ മലയാളി വധശിക്ഷ കാത്തു കഴിയുന്നു, അങ്ങനെ ഒരുപാട് മലയാളികളുടെ വാർത്തകൾ കേൾക്കും. അതുപോലത്തെ ഒരു പെട്ടിക്കോളം വാർത്ത മാത്രമായിരുന്നു റഹീം എന്ന് പറയുന്നത്. അപ്പോൾ ആ വാർത്തയിലേക്ക്, ഒരു പത്രപ്രവർത്തകൻ കൂടിയാണ് അഷ്റഫ്, അപ്പോൾ ആ ഒരു വാർത്തയിലേക്ക് പിന്നെ എത്തുന്നത് എപ്പോഴാണ്? അതായത് എപ്പോഴാണ് ഇങ്ങനെ ഒരാൾ ജയിലിൽ കിടക്കുന്നുണ്ട് എന്നറിയുന്നത്? 2007 തുടക്കത്തിലാണ്. അന്ന് മാധ്യമപ്രവർത്തകരായ ഷക്കീബ് കൊളക്കാടൻ, നജീം കൊച്ചുകലുങ്ക്, റിയാദിലെ പ്രഗത്ഭരായ മാധ്യമപ്രവർത്തകരാണ്. അവരാണ് ഇങ്ങനെ ഒരു മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോയ സമയത്താണ് ഇവരെ വളരെ അവിചാരിതമായി കണ്ടുമുട്ടുന്നത്. അവിടെ നിന്ന് ഉണ്ടായ ഒരു കണക്ഷനാണ് ഇവർ മലയാളികളാണ്, കോഴിക്കോട് ജില്ലക്കാരാണ് എന്നൊക്കെയുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ആ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2007 ഒരു വർഷമായിട്ടുണ്ടാവും. അല്ല, ആൾമോസ്റ്റ് ഒരു 6-7 മാസം പിന്നിട്ട് കാണും. 2006
ഡിസംബറിലാണ് സംഭവം നടക്കുന്നത്. 2006 നവംബർ 28-നാണ് റഹീം അവിടെ വരുന്നതും ഈ സംഭവം ഉണ്ടാകുന്നത് 24-നാണ്, ഡിസംബർ 24-നാണ്. ഒരു മാസം തികഞ്ഞിട്ടില്ല. അതെ അതെ അതെ. അവരാണ് ഈ വിവരം നമ്മുടെ പൊതുസമൂഹത്തിന് കൈമാറുന്നത്. പിന്നെ സ്വാഭാവികമായും അതിൻ്റെ നിയമ നടപടികൾ സൗദി നിയമപ്രകാരം വളരെ സൂക്ഷ്മമായ ഒരുപാട് സിറ്റിങ്ങുകൾ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ വിവരം അറിഞ്ഞ ഉടനെ, അതായത് ഈ ഒരു വലിയ അപരാധം ചെയ്ത ഒരു മനുഷ്യനല്ല അവിടെ കിടക്കുന്നത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം തുടങ്ങുന്നത്. അപ്പോൾ ഈ വിവരം അറിഞ്ഞ ഉടനെ അദ്ദേഹത്തെ രക്ഷിക്കണം എന്ന് തോന്നുന്ന ഒരു കൂട്ടായ്മ, ഫസ്റ്റ് ഒരു കൂട്ടായ്മ എന്തായിരിക്കും? നമ്മളത് അറിഞ്ഞ ഉടനെ തന്നെ KMCCയുടെ റിയാദ് KMCCയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു KMCCയുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ബേപ്പൂർ മണ്ഡലത്തിലുള്ള KMCCയുടെ പ്രവർത്തകരായിരുന്നു അതിന് തുടക്കമിട്ടത്. അതിനുശേഷം പിന്നീട് KMCC സെൻട്രൽ കമ്മിറ്റി തന്നെ അത് ഏറ്റെടുത്തു. അങ്ങനെ തുടക്കത്തിൽ കുറച്ചു സമയം നമ്മളങ്ങനെ മൂവ് ചെയ്തു. ഈ അന്നത്തെ റിയാദ്, അതായത് ഒരു സഹായ സമിതി ഉണ്ടാക്കി. അതെ, സഹായ സമിതി, അബ്ദുറഹീം നിയമസഹായ സമിതി. എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കും അറിയില്ല. അവരുടെ അടുത്തൊന്നും നമുക്ക് വിവരങ്ങൾ കിട്ടുന്നില്ല. ഈ സംഭവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ഇവരുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെടാനൊക്കെ ശ്രമിച്ചു. അപ്പോൾ ആ സമയത്തൊക്കെ കുടുംബം സ്വാഭാവികമായും അവരുടെ ഒരു അരുമ പുത്രനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ അവരാ തുടക്കത്തിൽ ആ ഒരു രീതിയിലാണ് നമ്മളോട് സംസാരിച്ചത്. ഏതായാലും കാത്തിരിക്കൂ എന്നുള്ളതായിരുന്നു ആ തുടക്കഘട്ടത്തിലൊക്കെ നമുക്കുണ്ടായിരുന്നത്. അപ്രതീക്ഷിതമായി സംഭവിച്ചു പോയതാണ് എന്നുള്ളതാണ് റഹീമിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയത്. അതുപ്രകാരമാണ് നമ്മൾ ഈ ഒരു മൂവ്മെൻറ്റ് നടത്തുന്നത്. പിന്നെ നിയമ നടപടികളുമായി അത് തീർച്ചയായും സൗദി അറേബ്യയിലെ നിയമവ്യവസ്ഥിതി എന്ന് പറയുന്നത് വളരെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി വളരെ നീതിപൂർവമുള്ള തീരുമാനത്തിലേക്കാണ് അവരെത്തിയത്. അത് നമുക്കൊരിക്കലും അവിടെയുള്ള ഏതൊരു സംഭവം എടുത്ത് നമ്മൾ പരിശോധിച്ചാലും വലിയ ഒരു രാജകുടുംബാംഗം വരെ ഇത്തരത്തിലുള്ള കേസുകളിൽപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധേയമായൊരു സാഹചര്യമൊക്കെയാണ്. അപ്പോൾ അവിടെ ആരാണ് എന്നുള്ള വലുപ്പം ചെറുപ്പം ഒന്നുമില്ല. അത്തരമൊരു അവസ്ഥയിൽ ആ നിയമവ്യവസ്ഥയിൽ പൂർണ്ണമായും റഹീമിന് നീതിപൂർവമായി തന്നെയാണ് കാര്യങ്ങളൊക്കെ നീക്കിയത്. 2007 മുതൽ സഹായ സമിതി പ്രവർത്തനം തുടങ്ങുന്നുണ്ട്. അപ്പോഴൊക്കെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വധശിക്ഷ എന്ന് പറയുന്ന സംഗതി വരുന്നത് 2011-ലല്ലേ? 11-ലാണ്. അത് അതിൻ്റെ ആ ഒരു വിധി വന്നപ്പോൾ ഉള്ളൊരു അവസ്ഥ എന്തായിരുന്നു? ഇനി രക്ഷിക്കാൻ കഴിയുമില്ലേ എന്നുള്ള? അപ്പോഴും നമ്മൾ ഇവരെ കുടുംബവുമായിട്ടാണ് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത് തുടക്കഘട്ടത്തിൽ. അവൻ്റെ അന്ന് പിതാവുണ്ടായിരുന്നു. പിതാവ് പറയുന്നത് നിങ്ങൾ കാത്തിരിക്കണം, അവൻ്റെ മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നഷ്ടം താങ്ങാവുന്നതല്ല. അപ്പോൾ ഇത്തരമൊരവസ്ഥയിലൊന്നും അവരോട് നമുക്ക് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ പറ്റുന്നൊരു സാഹചര്യമല്ല, നിങ്ങൾ കാത്തിരിക്കണമെന്നായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി അടുത്ത 2 വർഷത്തിനകം അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെടുന്നു. അവിടെ പിന്നീട് നമുക്കുള്ള കുടുംബവുമായിട്ടുള്ളൊരു ബന്ധം, അവൻ്റെ സഹോദരങ്ങളുണ്ടെങ്കിലും അവരൊക്കെ മറ്റു ഭാഗങ്ങളിൽ ജോലി തേടി പോയതവരായിക്കൊണ്ട് അവരെ ബന്ധപ്പെടാൻ കഴിയില്ല. പിതാവ് ആക്സിഡൻറ്റിൽ മരണപ്പെടുന്നു. അനസ് എന്ന് പറയുന്ന ആളുണ്ട്. അതെ. അതോടുകൂടെ ആ കുടുംബവുമായിട്ടുള്ള കൂടുതൽ സംസാരങ്ങൾ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ഘട്ടത്തിൽ സാധിച്ചിരുന്നില്ല. പിന്നീട് അത് നിയമപരമായി തന്നെ നമ്മൾ വക്കീലിനെ വെച്ചോ, വക്കീലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ മുന്നോട്ട് പോയി. അതിൽ കുറേ സിറ്റിങ്ങൾ ഇന്ത്യൻ എംബസി വളരെ ആത്മാർത്ഥമായി ഈ കാര്യത്തിൽ ഇടപെട്ടു. അതോടൊപ്പം തന്നെ നമ്മുടെ നിയമസഹായ സമിതി ആവശ്യമായ വക്കീലന്മാരെ വെച്ചു. ഒപ്പം അതിൻ്റെ പരിഭാഷകരെ, ഓരോ സിറ്റിങ്ങുകളിലും ആവശ്യമായ പരിഭാഷകരുണ്ടായി. അങ്ങനെ നിയമപ്രകാരമുള്ള എല്ലാ സംഗതികളും വളരെ നീതിപൂർവം തന്നെ മുന്നോട്ട് പോയി. അവസാന ഘട്ടം വരെ ഇപ്പോൾ ഈ വധശിക്ഷ റദ്ദാക്കുന്നത് 2024 ജൂൺ 2-നാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ദിയാദനം നൽകിയാൽ മതി. അതെ. ആ ഘട്ടം വരെ അത് സൗദി അറേബ്യയുടെ നിയമവ്യവസ്ഥിതിയുടെ ഏറ്റവും വലിയൊരു ഗുണം, അത് ആ ഒരു ആനുകൂല്യത്തിൽ നിന്നാണ് റഹീം മോചിതനായി വരുന്നത്. ഈ വധശിക്ഷ എന്നുള്ളതിൽ നമുക്ക് മറികടക്കാനുള്ളൊരു ഈ കുടുംബം അവർക്ക് പ്രതിക്ക്
മാപ്പ് നൽകണം. ആ മാപ്പ് നൽകുകയാണെങ്കിൽ ദിയാദനം നൽകിയിട്ട് മാപ്പ് നൽകാമെന്നുള്ള ഇസ്ലാമിക നിയമപ്രകാരമുള്ള ആ ഒരു ആനുകൂല്യമാണ് നമുക്ക് കിട്ടിയത്. അതിൽ നിന്ന് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അങ്ങനെ ആ സൗദി കുടുംബത്തോടാണ് നമുക്ക് ഏറ്റവും അധികം കടപ്പാടുള്ളത്. അവരതിന് സമ്മതിച്ചു. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫണ്ടായിരുന്നില്ല, പണമായിരുന്നില്ല പ്രശ്നം, റഹീമിൻ്റെ ജീവനായിരുന്നു. റഹീമിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം, ഇപ്പോൾ ഈ മനഃപൂർവ്വമല്ലാത്തൊരു നരഹത്യ അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അതിലൊരു കൂട്ടുപ്രതി ഉണ്ടായിരുന്നു, നസീർ എന്ന പേരിൽ. അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? അദ്ദേഹം കുറച്ചു കാലം ജയിലിൽ കടന്നു, 10 വർഷത്തോളം ജയിലിൽ കടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ ഏത് നാട്ടുകാരനായിരുന്നു? ഇദ്ദേഹത്തെ പിന്നെ അബ്ദുറഹീമിനെ സഹായിച്ചു എന്ന്, കോഴിക്കോട് നല്ലളം സ്വദേശിയാണ്. അദ്ദേഹം അബ്ദുറഹീമിനെ സഹായിച്ചു എന്നുള്ളതായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ മേലുള്ള കുറ്റം. അതായത് ഈ കുറ്റകൃത്യം നടന്ന എന്ന് പറയപ്പെടുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആൾ നിലനിൽക്കാനോ അതോ അങ്ങനെ ആവാനാണ് അത്. അതിൻ്റെ ആ നിയമപരമായ വിഷയങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു തുറന്ന രീതിയിലേക്ക് ചർച്ചയിലേക്ക് പോകുന്നത് അത് ഗുണകരമാകില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. അതായത് സ്വാഭാവികമായിട്ടും നിയമവ്യവസ്ഥയുടെ അകത്ത് നിന്നുകൊണ്ട് പരിഹരിക്കപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കണ്ട. എന്തായാലും അങ്ങനെ അബദ്ധം സംഭവിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഒരു മലയാളി കൂടി അതിൻ്റെ പിന്നെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. 10 വർഷത്തിന് ശേഷം അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തി അല്ലേ? അതാണ് അതിൻ്റെ ഒരു ചാപ്റ്റർ. അതായത് നമ്മുടെ മുമ്പിൽ അബദ്ധം എന്ന് പറയാമെങ്കിലും സൗദി നിയമത്തിൻ്റെ മുന്നിൽ അത് കൃത്യമായൊരു കുറ്റകൃത്യമായിരുന്നു. അതുകൊണ്ടാണ് അവർ ശിക്ഷിച്ചത്, അല്ലാതെ വെറുതെ ശിക്ഷിച്ചതല്ല. ആ ശിക്ഷയ്ക്ക് പിന്നെ അനുവാദമായുള്ളൊരു പിന്നെ കുറ്റം, വലിയൊരു കുറ്റകൃത്യം അവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഇതിനെ കാണേണ്ടത്. അല്ലാതെ നമ്മൾ അബദ്ധം എന്ന് പറഞ്ഞ് നമുക്കതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. ആ ഒരു അബദ്ധം സംഭവിച്ചതുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വലിയൊരു ശിക്ഷ നൽകി എന്നുള്ള ചോദ്യം പിന്നീട് വരും. അങ്ങനെ നിയമത്തിന് മുമ്പിൽ എത്തിയ തെളിവുകൾ എതിരായിരുന്നുകൊണ്ടാണ്. നിയമത്തിന് മുമ്പിൽ റഹീം കൃത്യമായ കുറ്റക്കാരനായിരുന്നു. അതിന് സഹായിച്ചു ഒന്നുമില്ല, സഹായികൾ ആരോണിട്ടില്ല, അവരും കുറ്റക്കാരായി. അതാണ് എൻ്റെ കൃത്യമായ പലപ്പോഴും തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ശിക്ഷയുടെ ഒരു പരിധി കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. എന്തായാലും അത് സംഭവിച്ചു പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഈ റഹീം എന്ന് പറയുന്ന ഒരു മലയാളി, ആ മലയാളിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദയാദനം കൊടുത്ത് രക്ഷിക്കാനുള്ളൊരു ഓപ്ഷൻ വന്നപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഇറങ്ങാൻ തീരുമാനിച്ചു. ഇനി അവിടെ നിന്നുള്ള കഥ പറയാം. അത് നമുക്ക് ഏകദേശം നമ്മളതിനുള്ള ശ്രമം വളരെ തുടക്കം ഈ 2011 ഈ വധശിക്ഷ തുടങ്ങിയത് മുതൽ, വധശിക്ഷ പിന്നെ പ്രഖ്യാപനം വന്ന ആ സമയം മുതൽ തന്നെ, വിധി വന്ന മുതൽ തന്നെ നമ്മൾ അതിനുള്ള ശ്രമം ആരംഭിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ ദിയാദനം നൽകിയിട്ട് റഹീമിനെ മോചിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളത്. പക്ഷേ അന്നൊന്നും അതിന് സാധ്യമായില്ല. നമ്മൾ അവസാനം നിരന്തരമായി പല വിധേനയും പല ആളുകൾ മുഖേനയും, നമ്മൾ ആരെയും ഇപ്പോൾ പേരെടുത്ത് പറയേണ്ടതില്ല, പല ആളുകൾ മുഖേനയും റിയാദിലെ നിയമസഹായ സമിതി, പിന്നീടത് ഈ KMCCയിൽ നിന്ന് അഹമ്മദ് സാഹിബൊക്കെ ഇടപെട്ടിരുന്നല്ലോ വിഷയത്തിൽ. യെസ്, അന്ന് കേന്ദ്രമന്ത്രിയായിരിക്കെ അഹമ്മദ് സാഹിബ് ഇടപെട്ടു. അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ കേസ് ഉണ്ടായ സമയത്ത് അന്ന് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നേരിൽ ബന്ധപ്പെട്ടു. ഈ കാര്യത്തിൽ കഴിയാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നീട് അഹമ്മദ് സാഹിബ് ഇന്ത്യൻ എംബസി മുഖേനയും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് പിന്നെ മൂപ്പർക്ക് ബന്ധമുള്ള ആളുകളുമായൊക്കെ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ഇതിൻ്റെ ഒരു ഭാഗമെന്ന് പറയുന്നത് ഈ കുടുംബം അതിന് മാപ്പ് നൽകുക എന്നുള്ളതായിരുന്നു. അവരുടെ ഭാഗത്തു നിന്നുള്ള മാപ്പ് ലഭിക്കാൻ നമുക്ക് ഈ 2024 വരെ 2023 അവസാനം വരെ കാത്തു നിൽക്കേണ്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു ആഘാതമായിരുന്നു, കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായും. എനിക്ക് തോന്നുന്നു ആ കുട്ടി ഒരു ആക്സിഡൻറ്റിലാണ് ആ ഒരു അവസ്ഥയിലേക്ക് ഒരു ഭിന്നശേഷിക്കാരനായതെന്നാണ്. നേരത്തെ നല്ല രീതിയിൽ നടന്ന ഒരാളായിരിക്കും. തീർച്ചയായും. ഒരു വാഹനാപകടത്തിൽപ്പെട്ടാണ് അങ്ങനെ അപകടത്തിൽപ്പെട്ട് ശരീരത്തിൻ്റെ ശേഷി നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു കുട്ടി നഷ്ടപ്പെടുമ്പോഴുള്ള ആ കുടുംബത്തിൻ്റെ വേദന അതുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ഡിസിഷനിലേക്ക് എത്താൻ സമയമെടുത്തു, പ്രത്യേകിച്ച് അവരുടെ ഉമ്മ സഹോദരങ്ങളൊക്കെ. അതിനു വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. പക്ഷെ അതാണ് നമുക്ക് ഈ കേസിൽ ഏറ്റവും വലിയ ആശ്വാസമായി മാറുകയും ചെയ്തത്. തീർച്ചയായും. അതിനുള്ള ശ്രമം ഈ അതിന് നിയമസഹായ സമിതി
പിന്നീട് സർവകക്ഷി നിയമസഹായ സമിതിയാണ് ഉണ്ടായത്. 2009 മുതൽ തന്നെ അത് സർവകക്ഷി സമിതിയായി മാറി. എല്ലാ കക്ഷികളും അവിടെയുള്ള റിയാദിലുള്ള ഒരുപാട് സാമൂഹിക കുടുംബവുമായിട്ട് നേരിട്ട് സംസാരിച്ചിരുന്നക്കാരായിരുന്നു. അതിൽ പിന്നെ അവിടെയുള്ള പരിഭാഷകർ, ഞാൻ പറഞ്ഞ റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററിലെ പരിഭാഷകരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അതുപോലെ മറ്റ് എല്ലാ പിന്നെ ഈ തലങ്ങളിലുള്ള ആളുകളും ഇതിനു വേണ്ടി ശ്രമം നടത്തിയിരുന്നു. പലപ്പോഴും അവരെ നേരിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അതിനുള്ള പ്രത്യേകിച്ച് അവരുടെ ഈ സഹോദരങ്ങളൊക്കെ ദൂരഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരായതുകൊണ്ട് അവരെ നേരിട്ട് കാണാനും ബന്ധപ്പെടാനും ഒക്കെ സാധിക്കാത്ത സാഹചര്യങ്ങൾ. പല രീതിയിലും ഇതിൽ ഇടപെട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ആരൊക്കെയെന്ന് നമുക്ക് അങ്ങനെ കുട്ടിയുടെ പേരിൽ പള്ളി നിർമ്മിച്ചു കൊടുക്കാമെന്ന് യൂസഫ് അലി സാഹിബ് പറഞ്ഞിരുന്നൊക്കെ വാർത്ത വായിച്ചിട്ടുണ്ട്. അല്ല, ആ ഘട്ടത്തിൽ അവരാവശ്യം ഒരു ഘട്ടത്തിൽ അവർ മസ്ജിദ് നിർമ്മിക്കുക എന്നുള്ള അവരുടെ ജന്മസ്ഥലമായ പിന്നെ തന്നൂമ എന്ന സ്ഥലത്ത് അവർക്ക് ഒരു പള്ളി നിർമ്മിച്ചു കൊടുക്കുക, അതും അത്യാവശ്യം മോശമില്ലാത്ത നല്ലൊരു വലിയ പള്ളി അനസിൻ്റെ പേരിൽ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതിന് അവർ മുന്നോട്ട് വെച്ചൊരു ഉപാധി. അതും ഒരു ഉറച്ച ഒരു ഉപാധിയല്ല, അവർ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നല്ല, ഈ മീഡിയേറ്റർമാർ വഴിയാണ് നമുക്ക് അവരൊരു സജഷനാണ്. ഈ പണവും അങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അതോ നമ്മൾ കൊടുത്ത പണം, മലയാളികൾ കൊടുത്ത പണം? അതറിയില്ല. ഇപ്പം നമ്മൾ കൊടുത്ത പണം എന്ന് പറയുന്നത് നമ്മൾ ഈ റിയാദിലെ നിയമസഹായ സമിതി ഇതുമായി നിരന്തരമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബത്തിൽ നിന്ന് ഉള്ള പിന്നെ അവരുടെ വക്കീലും അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗമായ ഒരു അഭിഭാഷകൻ കൂടിയാണ് അദ്ദേഹം നാം മനസ്സിലാക്കുന്നത്. അവർ മുഖേനയാണ് നമ്മൾ ഈ ഒരു ഫൈനൽ ഇന്ത്യൻ എംബസിയാണ് അതിൻ്റെ എല്ലാത്തിനും മേൽനോട്ടം വഹിച്ചത്. ഇന്ത്യൻ എംബസി നമ്മളറിയില്ല അവരെന്ത് ചെയ്തു എന്നുള്ളത് നമുക്കറിയില്ല, അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അത് കംപ്ലീറ്റ് ലീഗലി ഇവിടെ നിന്ന് നമ്മൾ ഫണ്ട് അയക്കുന്നത് MEA വഴി നേരിട്ട് ഇന്ത്യൻ എംബസിയിലേക്കും എംബസി അത് ഗവർണറേറ്റിലേക്ക് കൈമാറി, ഗവർണറേറ്റ് അത് കോടതിയിൽ കൊടുക്കുന്നു, കോടതി അവരുടെ ആ ഇസ്ലാമിക നിയമപ്രകാരമുള്ള ഓരോരുത്തർക്കുമുള്ള നിശ്ചിത അനുവാദം വഴി അത് അവരുടെ അക്കൗണ്ടിലേക്ക് കൈമാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു നമുക്ക് കൃത്യമായ അതിൻ്റെ വിധി പകർപ്പും നമുക്ക് കിട്ടിയിട്ടുണ്ട്, ആർക്കൊക്കെ എത്രയൊക്കെ കൊടുത്തു എന്നുള്ളത്. അത് അബ്ദുറഹീമിനെയും അതത് സമയത്ത് തന്നെ അവർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ തുക എത്തിക്കാൻ വേണ്ടുള്ളൊരു ശ്രമം നടത്തിയതും ഇങ്ങനെയുള്ളൊരു അറ്റംപ്റ്റ് നടത്തിയത് റിയാദിലെ നിയമസഹായ സമിതിയാണ്. നമ്മളിങ്ങനെയൊരു വലിയൊരു തുക 15 മില്യൺ എന്ന അവസാന ഘട്ടം അവർ പറയുന്നത് 15 മില്യൺ കിട്ടിയാൽ മാത്രമേ അങ്ങനൊരു തുക നമുക്ക് സമാഹരിക്കാൻ കഴിയുന്നവർ ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവില്ല. അത് ആയിരിക്കാം, അങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അത്രയും വലിയൊരു തുക ചോദിക്കുമ്പോൾ അതെ 15 മില്യണിലേക്കൊക്കെ അത് സാധാരണ ഒരു ഗതിയിൽ പ്രത്യേകിച്ച് അബ്ദുറഹീമിനെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമാവില്ല എന്ന് തന്നെയാണ്. ലീഗൽ അസിസ്റ്റന്റ് ട്രസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതെ, ആ ലീഗൽ അസിസ്റ്റന്റ് ട്രസ്റ്റാണ് ഏറ്റവും നന്നായി പ്രവർത്തിച്ചത്. അതിൻ്റെ ഓരോ കാലങ്ങളിലുള്ള ഭാരവാഹികൾ അവർ കുറേ പേർ പ്രവാസം അവസാനിപ്പിച്ച് ഇവിടെ നാട്ടിലാണ്. ഇപ്പം നിലവിലുള്ള പിന്നെ കമ്മിറ്റിയും വളരെ അത് അവിടെയുള്ള ഏറ്റവും മുഖ്യധാരയിലുള്ള സംഘടന KMCC കേസുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ പിന്നെ മറക്കാൻ പറ്റാത്ത കുറച്ച് പേരുകൾ പറയേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു KMCCയുടെ നേതാക്കളായാലും നാട്ടിലെ നേതാക്കളായാലും പിന്നെ തീർച്ചയായിട്ടും അത് പറഞ്ഞു പോകുമ്പോൾ ആരുടെയെങ്കിലും പേര് വിട്ടുപോകുമോ എന്നുള്ള ഭയപ്പാടുണ്ട്. പക്ഷേ അതിൽ കാരണം പല സംഗതികളിലും ഓരോ ഘട്ടങ്ങളിലും പലരും ഇതിൽ വളരെ ആത്മാർത്ഥമായി ഇടപെട്ടിട്ടുണ്ട്. നമ്മളൊരു ലക്ഷ്യമെന്ന് പറയുന്നത് എന്ത് വില കൊടുത്തും റഹീമിൻ്റെ ഉമ്മ ഫാത്തിമ അവർ നമ്മളോട് ആവശ്യപ്പെട്ട് എങ്ങനെയെങ്കിലും എൻ്റെ മകന് എൻ്റെ മുന്നിൽ എത്തിച്ചു തരണം, കണ്ണീരൊപ്പുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. കണ്ണീരൊപ്പുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. എൻ്റെ ഇടയ്ക്ക് അവരൊന്ന് കാണാൻ റിയാദിലേക്ക് പോയി, പക്ഷേ റഹീം കാണാൻ സമ്മതിച്ചില്ല. അത് റഹീം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ, ജയിലിലൊരവസ്ഥയിൽ അത്രയും കാലം കാണാതിരുന്ന മാതാവിനെ കാണാനുള്ളൊരു പ്രയാസം, അത് മാത്രമേ ഉള്ളൂ. അത് പിന്നീട് അവർ കണ്ടും ചെയ്തു, പിന്നെ അവർ തിരിച്ചു പോകുന്നു ചെയ്തു. അതായത് ഒരു ചങ്ങലയൊക്കെ ഇട്ട അവസ്ഥ. അതെ ജയിലിലൊരവസ്ഥയിൽ ഉമ്മാനെ കാണുന്നതിൽ എനിക്ക് പ്രയാസമുണ്ട് എന്നുള്ളതായിരുന്നു അന്ന് റഹീം തന്നെ ഈയിടെ പറഞ്ഞത്. പിന്നെ നാട്ടിൽ നമ്മളതിന് അവിടെ ഈ ഒരു തീരുമാനം വന്നപ്പോൾ, അങ്ങനെ ഫണ്ട് റൈസിങ്ങിനുള്ളൊരു തീരുമാനം വന്നപ്പോൾ
നാട്ടിലെ ട്രസ്റ്റ് കമ്മിറ്റി മുഖേനയാണ് അത് കംപ്ലീറ്റ് കോർഡിനേറ്റ് ചെയ്തത്. നമ്മൾ ഈ സന്ദേശങ്ങൾ എല്ലാ ഭാഗത്തും എത്തിച്ചു. റിയാദിലെ നിയമസഹായ സമിതി ഈ സന്ദേശങ്ങൾ എല്ലാ ഭാഗത്തും എത്തിക്കുകയും അവിടെ നിന്നുള്ള ലോക മലയാളി സമൂഹം ഈ നാട്ടിലുണ്ടാക്കിയ അബ്ദുറഹീം ട്രസ്റ്റിലേക്ക്, ലീഗൽ അസിസ്റ്റൻറ്റ് ട്രസ്റ്റിലേക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിക്കുകയും അങ്ങനെയാണ് ഫണ്ട് സമാഹരണം നടത്തുന്നത്. ആ ഫണ്ട് സമാഹരണത്തിന് നമ്മൾ ഉപയോഗിച്ച ഒരു മാർഗമാണ് നമ്മളെ അത്രയും ഒരു വിജയത്തിലേക്ക് എത്തിച്ചത് എന്ന് വേണം പറയാൻ. ക്രൗഡ് ഫണ്ടിങ് മുസ്ലിം ലീഗിൻ്റെ ഒരു മാതൃകയാണ്. അതെ, മുസ്ലിം ലീഗിൻ്റെ മാതൃകയിൽ നമ്മൾ ഈ സംഗതി ഇങ്ങനെ വന്നപ്പോൾ തന്നെ അന്ന് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻറ്റ് ഈ ക്രൗഡ് ഫണ്ടിങ്ങിൻ്റെ സമയം വന്നപ്പോൾ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അടുത്ത് പോവുകയും അന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കുഞ്ഞാറ്റൂർ സാഹിബും ഉള്ളൊരു സമയമാണ്. നിങ്ങൾ ധൈര്യമായി ഇറങ്ങിക്കോ, ഈ ഒരു ഓപ്ഷൻ നല്ല ഓപ്ഷനാണ്, വിജയിക്കാൻ നമുക്ക് സാധിക്കും, നമുക്ക് മുന്നോട്ട് പോവാം എന്ന് പറയുകയും ചെയ്തു. ആ ഒരു ധൈര്യം, അതൊരു വലിയൊരു ധൈര്യമാണ്. അങ്ങനെ നമ്മുടെ ഇപ്പം MLA ആയ PMA സമീർ മുഖേന, അദ്ദേഹമാണ് നമ്മുടെ ഈ ട്രസ്റ്റ് കമ്മിറ്റിയുടെ ഓഡിറ്ററും കണക്കും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് അന്ന് നമ്മൾ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലെ ആപ്പ് സ്പൈൻ കോഡിൻ്റെ മേലിൽ കൊണ്ടുവന്നത്. അതിന് റിയാദിൽ നിന്ന് വളരെ ഇതിൽ പരിചയസമ്പന്നരായിട്ടുള്ള സാങ്കേതിക വിദഗ്ധരായിട്ടുള്ള നല്ലൊരു ടീം അവിടെയും വർക്ക് ചെയ്തു. അത് ഈ റിയാദ് നിയമ സഹായ സമിതിയുടെ കീഴിലായിരുന്നു. അവിടെ നമ്മൾ ഈ ഒരു ആവശ്യം ഉന്നയിച്ച്, അങ്ങനെ ഒരു 15 മില്യൺ ആവശ്യപ്പെട്ടിട്ടുണ്ട്, നമുക്ക് ഇത് നൽകാൻ കഴിയുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിയാദിലെ സാമൂഹിക സംഘടനകളുടെ മീറ്റിംഗ് വിളിച്ചത് ആവശ്യപ്പെട്ടപ്പോൾ ഒറ്റക്കെട്ടായി അവർ പറഞ്ഞ ആ ഒരു വാക്ക് നമുക്കെപ്പോഴും അവിസ്മരണീയമാണ്. നമ്മൾ ഒറ്റക്കെട്ടായി നിങ്ങളുടെ പിന്നിലുണ്ട്, ഈ സമിതിക്ക് പിന്നിലുണ്ട്, നിങ്ങൾക്ക് ധൈര്യമായി ഇറങ്ങാം എന്ന് CP മുസ്തഫയോടും അബ്ദുള്ള വലാഞ്ചിറയോടും സബീൻ കോയാലിനോടൊക്കെ പറഞ്ഞ ആ ഒരു സമയമുണ്ട്. അത് വല്ലാത്തൊരു എന്താ പറയുക, അഭിമാനകരമായൊരു നിമിഷമായിരുന്നു. കാരണം ഒരു പൊതു വിഷയം വന്നപ്പോൾ എല്ലാം മറന്ന് ഒറ്റക്കെട്ടാവാൻ മനസ്സുള്ള ഒരു പ്രവാസി കൂട്ടായ്മയാണ് ഈ അബ്ദുറഹീം നിയമസഹായ സമിതിയായി മാറിയത്. അതിൻ്റെ പിന്നിൽ അന്ന് ഇന്ത്യൻ എംബസിയുടെ ഉദ്യോഗസ്ഥനായ യൂസഫ് കാക്കഞ്ചേരി, അദ്ദേഹമാണ് ഈ 2007 മുതൽ ഈ കേസ് ഇന്ത്യൻ എംബസി ഇടപെട്ട മുതൽ അദ്ദേഹം ഇപ്പോൾ ഈ ഒരു വർഷം മുമ്പാണ് അവിടുന്ന് റിട്ടയറായി പോകുന്നത്. ആ സമയം വരെ അദ്ദേഹമായിരുന്നു ഈ കേസിൻ്റെ എല്ലാ സിറ്റിങ്ങുകളിലും കൃത്യമായി പങ്കെടുത്തത്. അത് പങ്കെടുക്കുകയും അതിലെ ഓരോ കാര്യങ്ങളിലും നമ്മൾ ഇടപെടേണ്ട സംഗതികളെക്കുറിച്ച് ഈ സൗദി കുടുംബവുമായും കൃത്യമായി ആശയവിനിമയം നടത്താനും വക്കീലന്മാരുമായി ആശയവിനിമയം നടത്താനും ഒക്കെ ഇന്ത്യൻ എംബസിയുടെ ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു പദവിക്കപ്പുറം ഒരു വളരെ ആത്മാർത്ഥമായ ശ്രമങ്ങൾ റഹീമിനെ രക്ഷപ്പെടുത്തുന്നതിൽ വഹിച്ചിട്ടുണ്ട്. ഒപ്പം പിന്നീടാണ് നമ്മുടെ സിദ്ദീഖ് തവൂർ റഹീം നിയമസഹായ സമിതി, റിയാദിലെ റഹീം നിയമസഹായ സമിതി അദ്ദേഹത്തെയാണ് ഇവരുടെ പവർ ഓഫ് അറ്റോർണിയായി, കുടുംബത്തിൻ്റെ പവർ ഓഫ് അറ്റോർണിയായിട്ട് നിയമിക്കുന്നത്. പിന്നെ സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം റിയാദിലെ എല്ലാ വിഭാഗങ്ങളിലും വകുപ്പുകളിലുമൊക്കെ തന്നെ വളരെ അടുത്തൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രവർത്തനത്തിനിടയിൽ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് സമയം മുതൽ ഒരു 4-5 വർഷമായി അദ്ദേഹമാണ് ഇതിൻ്റെ പൂർണ്ണമായും ഈ നിയമപരമായ കാര്യങ്ങളിലൊക്കെ നേരിട്ട് പോയി ബന്ധപ്പെടുകയും പവർ ഓഫ് അറ്റോർണി എന്ന നിലയ്ക്ക് ദൗത്യം നിർവഹിക്കുകയും ചെയ്തത്. എന്തായാലും ആ ഒരു കൂട്ടായ ഒരു ശ്രമം നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേരുകൾ വിട്ടുപോകുമെന്ന് ഇപ്പോഴും എനിക്ക് ഭയമുണ്ട്. നമുക്കൊരു ജസ്റ്റ് ഒരു സംസാരത്തിനിടെ പറഞ്ഞു പോകാൻ കഴിയുന്നൊരു ചാപ്റ്റർ അല്ല ഇത്. അതിനിപ്പോൾ ഒരു കുറേ എഴുതിയാലും തീരാത്ത അത്ര സംഗതികൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതിൽ തുടക്കത്തിൽ ഇപ്പോൾ എല്ലാവർക്കും ആശങ്ക ഉണ്ടായിരുന്നു. ഇപ്പോൾ ജയിലുകളിൽ, ഇപ്പോൾ വിദേശത്തെ ജയിലുകളിൽ ഒരുപാട് മലയാളികൾ കിടക്കുന്നുണ്ട്. അവരെയൊക്കെ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ മാത്രമായ റഹീമിന് വേണ്ടി ഇത്രയും വലിയൊരു ഫണ്ട് വരുമോ എന്നൊരാശങ്ക പലപ്പോഴും എല്ലാവർക്കും ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ഇഴഞ്ഞിട്ടാണ് സംഗതി പോയിരുന്നത്. പക്ഷെ പിന്നെ എപ്പോഴാണിത് ഒരു ഒഴുക്ക് കൂടുന്നത്? അപ്പോൾ എനിക്ക് തോന്നുന്നു ബോച്ചയുടെ എൻട്രി അത് നമ്മൾ ആരംഭിച്ച് ഒരു 3 ഏകദേശം നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഇട്ട് ഒരു
ഒരു 1.5 മാസം പിന്നിട്ടിട്ടും ഇതിലേക്ക് അങ്ങനെ ശക്തമായൊരു മൂവ്മെൻറ്റ് വരുന്നില്ല. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഫണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഏപ്രിൽ 15 മുമ്പായി നമുക്ക് ഈ ഫണ്ട് 2024 ഏപ്രിൽ 15 മുമ്പായി നമുക്കിത് തീർക്കേണ്ടതുണ്ട്. ഇത് ക്ലോസ് ചെയ്ത് അവർക്ക് ഉറപ്പ് നൽകേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അവർ കോടതിയിൽ നമുക്ക് അനുകൂലമായി വധശിക്ഷ റദ്ദ് ചെയ്യാനുള്ള അനുകൂലമായി പറയുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഏകദേശം അതിൻ്റെ മാർച്ച് മിഡിലോട് കൂടിയാണ് ബോച്ചയുടെ യാചകയാത്ര ഇവിടെ ജനകീയമായി. അതെ, അത് ആളുകളുടെ ശ്രദ്ധ കൂടുതൽ അതിലേക്ക് വരുന്നതിന് വലിയൊരു കാരണമായിട്ടുണ്ട്. അതിപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരും അതിൽ വലിയ സംഭാവനകളാണ് അർപ്പിച്ചത്. ബോച്ചയുടെ കോൺട്രിബ്യൂഷൻ അദ്ദേഹം നേരിട്ട് പാണക്കാട്ടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അടുത്താണ് 1 കോടി രൂപ ഈ ഫണ്ടിലേക്ക് കൈമാറിയത്. ബാക്കി പിന്നീട് അദ്ദേഹത്തിൻ്റെ വഴിയിലും അദ്ദേഹത്തിൻ്റെ ഫാൻസ് വഴിയൊക്കെ നല്ല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒപ്പം ആ ഒരു കാലയളവ് എന്ന് പറയുന്നത് റമദാൻ മാസമാണ്. ആ റമദാൻ മാസത്തിൻ്റെ അവസാന 10ലേക്ക് കടന്നൊരു സമയമായതുകൊണ്ട് ഇവിടെയുള്ള മുഴുവൻ മതസംഘടനകളും വളരെ അനുകൂലമായി സഹോദരൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ എല്ലാവരും കൈകോർക്കണമെന്ന് ഒറ്റക്കെട്ടായി പറഞ്ഞു. അതിൽ സയ്യിദ് ജഫ്രി മുത്തക്കോയത്തങ്ങൾ, അതുപോലെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, പിന്നെ അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ നദ്വത്തുൽ മുജാഹിദീൻ, എല്ലാ മുജാഹിദിൻ്റെ എല്ലാ വിഭാഗങ്ങളും. അപ്പോൾ അതിന് കൃത്യമായൊരു രൂപവും മേൽനോട്ടവുമായി ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും കാര്യങ്ങളെ കൃത്യമായി ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ട് പോകാൻ സാധിച്ചു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതിന് കൃത്യമായ നിർദ്ദേശങ്ങൾ ഓരോ സമയത്തും തരികയും ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് കൃത്യമായി അന്വേഷിക്കുകയും ചെയ്തു. അങ്ങനെ ഈ സ്പൈൻ കോഡ് വഴി നമുക്ക് ആ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് അത് കൃത്യമായി എത്താൻ സാധിച്ചു എന്നുള്ളത് ആ റമദാനിലെ അവസാന സമയത്ത് അവസാന ദിവസങ്ങളിൽ, പ്രധാനപ്പെട്ട ദിവസങ്ങളാണല്ലോ, അതിൽ ആളുകൾ പരമാവധി സഹായം നടത്തി. എന്നാലും വിചാരിച്ച സമയത്തിന് മുമ്പേ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. വിചാരിച്ച ഒരു 2-3 ദിവസം മുമ്പ് തന്നെ നമുക്കത് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞു. അതായത് നമ്മൾ ഏപ്രിൽ 12 ഉച്ചയോടുകൂടി അത് ക്ലോസ് ചെയ്തു. പണം കൊടുത്തിട്ടും പിന്നെ മോചനം വൈകിയതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? അത് രണ്ട് കേസാണ്. പണം കൊടുക്കുക എന്നുള്ളത് പ്രൈവറ്റ് റൈറ്റ്സിൽപ്പെട്ട ഈ കുടുംബത്തിൽ നിന്ന് വധശിക്ഷ റദ്ദാക്കി കിട്ടാൻ വേണ്ടി അവരോട് സംസാരിച്ചത് പറയാൻ അവരോടുള്ള കമ്മിറ്റ്മെൻറ്റ് പാലിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ പണം കൊടുക്കുന്നത്. മറ്റേത് പബ്ലിക് റൈറ്റ്സിലുള്ളതാണ്. സൗദി ക്രിമിനൽ കോടതിയുടെ ശിക്ഷ നിയമപ്രകാരം 20 വർഷം തടവ് ശിക്ഷയുണ്ട്. ആ തടവ് ശിക്ഷയാണ് പൂർത്തിയാക്കി കഴിഞ്ഞ 20-ാം തീയതി മെയ് 20-ന് അദ്ദേഹം മോചിതനായി. പ്രൊസീജിയറിനുള്ള ഒരു ടൈം എടുത്തു അല്ലേ? പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ കംപ്ലീറ്റ് അല്ല, ജയിൽ ശിക്ഷ 20 വർഷമായിരുന്നു. ആ കാലാവധി ഈ ഡിസംബർ 24-ന് 2026 ഡിസംബർ 24-ന് ജയിൽ ശിക്ഷ തുടങ്ങി. ഈ മെയ് 2026 മെയ് 20 ആകുമ്പോൾ 20 വർഷം പൂർത്തിയാണ്. ഈ അറബ് മാസപ്രകാരം ചെറിയൊരു കാലാവധി പൂർത്തിയാക്കൽ നിർബന്ധമായി. അത് പബ്ലിക് റൈറ്റ്സിൽപ്പെട്ട അതിലൊരു മാറ്റം ഉണ്ടായില്ല. അത് 20 വർഷം പൂർത്തിയായ പിറ്റേ ദിവസം മുതൽ ഇതിൻ്റെ മോചന നടപടികൾ ആരംഭിച്ചു. അങ്ങനെ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നു. ഈ നിലവിൽ ഇപ്പോൾ ഈ ട്രസ്റ്റ് പിരിച്ചുവിട്ടോ? എന്താണ് അതിൻ്റെ ഒരു സ്റ്റാറ്റസ്? ഇല്ല, ട്രസ്റ്റ് പിരിച്ചുവിട്ടിട്ടില്ല. ട്രസ്റ്റ് ഇവിടെ നിയമപരമായി ഉണ്ടാക്കിയൊരു ട്രസ്റ്റാണ്, അബ്ദുറഹീം ലീഗൽ അസിസ്റ്റൻസ് ട്രസ്റ്റ് എന്നാണ് അത്. അവർ ഇവിടെയും സർവകക്ഷി ബാക്കി കുറച്ച് പണം ഉണ്ടായിരുന്നല്ലോ, അതെങ്ങനെ ചെലവഴിക്കാനാണ് പ്ലാൻ? അത് സർവകക്ഷി സമിതിയുടെ പേരിലുള്ള ട്രസ്റ്റാണ്. അവരാണ് ആ ട്രസ്റ്റ് ഇപ്പം അടുത്ത ദിവസം തന്നെ അതിൻ്റെ കണക്കുകളൊക്കെ കൃത്യമായി ഓഡിറ്റ് ചെയ്ത് അത് പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ച് അവിടെ ഈ ട്രസ്റ്റ് എന്നെ കൂടി ആലോചിച്ച് പിന്നെ മറ്റ് ബന്ധപ്പെട്ടവരൊക്കെ ആയിട്ട് കൂടി ആലോചിച്ച് എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ചൊരു ഫൈനൽ കൊടുക്കുമോ ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക്? അത് ട്രസ്റ്റിൻ്റെ തീരുമാനത്തിനനുസരിച്ച് തീർച്ചയായും ഇതൊരു പൊതു സമൂഹത്തിൽ നിന്ന് പിരിച്ചെടുത്തൊരു ഫണ്ട്, അബ്ദുറഹീമിൻ്റെ ആവശ്യത്തിന് വേണ്ടി പിരിച്ചെടുത്തൊരു ഫണ്ട് എന്നുള്ളതിലേക്ക് അബ്ദുറഹീമിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അതുപോലെ ഇതിനു വേണ്ടി മുന്നിൽ നിന്ന ഒരുപാട് നേതാക്കളും നാട്ടുകാരും ഒക്കെ ഉണ്ടല്ലോ,
അവരോടൊക്കെ ഒരു കൂടിയാലോചന നടത്തി ട്രസ്റ്റ് അതിൻ്റെ ഒരു കൃത്യമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും. ആരും ഇപ്പോൾ ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയകളിലൊക്കെ പറയുന്നത് പോലെ ഈ ഫണ്ടിൻ്റെ കാര്യത്തിലോ മറ്റു കാര്യത്തിലൊന്നും ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് പൂർണ്ണമായും സുതാര്യമായും എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് എല്ലാ കക്ഷികളും ഉണ്ടല്ലോ ഇതിൽ. ഏതെങ്കിലും ഒരു കക്ഷികൾക്ക് ആർക്കെങ്കിലും ഇതിലൊരു സ്വാധീനം ചെലുത്താൻ കഴിയില്ല, അല്ല എന്തെങ്കിലും അപകടകരമായ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ്സും നടത്താൻ കഴിയില്ല. അത് സർവകക്ഷി സമിതിയാണ്. അത് അവരുടെയൊക്കെ ഇപ്പോൾ ഇവിടെയുള്ള ട്രസ്റ്റിലുള്ള ഫണ്ട് പറഞ്ഞാൽ ബാങ്കിലുള്ള അക്കൗണ്ട് ഈ 3 പേരുടെ, അതായത് നാട്ടിലുള്ള അബ്ദുറഹീം ട്രസ്റ്റ് നിയമസഹായ സമിതിയുടെ ചെയർമാൻ സുരേഷാണ്. അദ്ദേഹം കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ്. അതേപോലെ കെ ആലിക്കുട്ടി മാഷർ, അദ്ദേഹം ബേപ്പൂർ മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റാണ്. അതേപോലെ ഗിരീഷ്, അദ്ദേഹം CPMൻ്റെ ബേപ്പൂർ മണ്ഡലത്തിലെ ജില്ലയിലെ കോഴിക്കോട് ജില്ലയിലെ നേതാവാണ്. അങ്ങനെയുള്ള അവരുടെ 3 പേരുടെ ഒപ്പിട്ടാൽ മാത്രമേ ഈ ഫണ്ട് പുറത്തേക്ക് പോകുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഏതെങ്കിലും രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ ആർക്കെങ്കിലും കിട്ടുക, അതൊക്കെ ഒഴിവാക്കണം. നമ്മളിതൊരു പൊതുവികാരം, സമൂഹത്തിൻ്റെ ഒരു പൊതുവികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു നന്മയിൽ നമ്മൾ പങ്കാളികളായി അതിൽ നമ്മൾ മലയാളികളുടെ ഐക്യബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. ഇവിടെ അന്ന് കേരള മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശനൊക്കെ പറഞ്ഞതുപോലെ ഇതൊരു റിയൽ കേരള സ്റ്റോറി ആയി മാറിയൊരു സംഭവമാണ്. അതിനെ ഏതെങ്കിലും രീതിയിൽ മോശപ്പെടുത്താൻ നമ്മൾ മലയാളികൾ ആരും അതിൽ നിന്നും ഒരു രൂപയുടെ പോലും വ്യത്യാസം എവിടെയും കാണാൻ കഴിയില്ല എന്നത് കൃത്യമായി ഈ സമിതികളുടെയൊക്കെ കീഴിൽ വളരെ ഓഡിറ്റ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ. റഹീം മോചനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരുന്നൊരു പേരാണ് നിമിഷപ്രിയ. യമനിലെ ജയിലിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് കിടക്കുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പഠനം നടത്തിയിരുന്നോ? നിമിഷപ്രിയയുടെ കാര്യത്തിൽ അന്ന് എങ്ങനെ ഒരു മൂവ്മെൻ്റ് ഉണ്ടായി, ഇത്ര എമൗണ്ട് കൊടുക്കണം എന്നുള്ളൊരു ശ്രമം വന്നപ്പോൾ റിയാദിലെ നിയമസഹായ സമിതിയും അതേപോലെ തന്നെ നാട്ടിലെ അബ്ദുറഹീം നിയമസഹായ സമിതിയൊക്കെ പരസ്പരം കൂടിയാലോചിക്കുകയും അത്തരമൊരു ഘട്ടം വന്നാൽ അതിനും ഏത് വിധേനയുള്ള സഹായം ചെയ്യാനും ഞങ്ങളുണ്ടാകും. അതെ, കാന്തപുരം ഉസ്താദിൻ്റെ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോഴും ഉസ്താദുമായി ബന്ധപ്പെട്ടവരുമായിട്ട് അന്വേഷിച്ചപ്പോൾ അവരിപ്പോഴും അതിൻ്റെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിന് കൃത്യമായ റിപ്ലൈ ലഭിച്ചിട്ടില്ല. ഇതിന് സമ്മതിക്കില്ല എന്നുള്ളത് ഉറപ്പില്ല. അവർക്കത് ഇതുപോലുള്ളൊരു കൃത്യമായൊരു സംവിധാനം അവിടെ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കി. റഹീമിൻ്റെ മോചനത്തിന് ശേഷം, റഹീം നാട്ടിലെത്തിയതിന് ശേഷം സ്വാഭാവികമായും ഉള്ളൊരു സംഗതിയാണ്, നമ്മളെ പത്രപ്രവർത്തകർ അതിനെ ആഘോഷിച്ചു. പിന്നെ ഓൺലൈൻ മീഡിയകൾ റഹീമിൻ്റെ പിന്നാലെ കൂടി കുറച്ച് കാലം. അപ്പോൾ റഹീമിനൊരു വീരപരിവേഷം കൊടുക്കുന്നു എന്നുള്ളൊരു വിമർശനം സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതേക്കുറിച്ച് എന്താണ് പറയുക? റഹീമിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ചില പ്രതികരണങ്ങൾ മാധ്യമങ്ങളിലൊക്കെ വന്നു. നമ്മൾ റഹീം വരുന്നതിന് മുമ്പ് തന്നെ അബ്ദുറഹീം നിയമസഹായ സമിതി റിയാദിലും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടിലുള്ള ട്രസ്റ്റ് കമ്മിറ്റിയും ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. പത്രലേഖകർ നേരിട്ട് വിളിച്ച് അവരോട് നമ്മൾ പറയുന്നുണ്ടായിരുന്നു, ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു അബ്ദുറഹീമിൻ്റെ വരവ് ഒരാഘോഷമാക്കി മാറ്റരുത്. ഒരു രാജ്യത്തിൻ്റെ മുന്നിൽ പൂർണ്ണമായും കുറ്റവാളിയായി അവിടെയുള്ള ശിക്ഷ കഴിഞ്ഞ് വരുന്ന ഒരാളെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഇവിടെ അങ്ങനെ ആഘോഷിക്കപ്പെടുമ്പോൾ ഇതിന് പിന്നിലിറങ്ങിയ വലിയൊരു സമൂഹമുണ്ട്. അത് പ്രവാസ ലോകത്ത് സൗദി അറേബ്യയിൽ ഇപ്പോഴും അവിടെ വലിയൊരു ജനക്കൂട്ടമുണ്ട്. അവർക്കൊക്കെ ഒരു ആഘാതമാവുന്ന രീതിയിലുള്ള നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവരുതെന്ന് നമ്മൾ വാർത്താ മാധ്യമങ്ങളുടെ മീഡിയകളുടെ മുമ്പിൽ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ റഹീം വന്നതിന് ശേഷം പലരും ഇതുപോലുള്ള റഹീമിനെ സംബന്ധിച്ചിടത്തോളം റഹീമിന് സത്യത്തിൽ ഈ 20 വർഷം കഴിഞ്ഞിങ്ങോട്ട് വന്നപ്പോഴും ഒരു പുതിയ കുട്ടി ജനിച്ചു വന്നതുപോലെയുള്ള അറിവാണ്. അവനക്ക് ജയിലിൽ നിന്ന് കൂടുതൽ വിവരങ്ങളൊന്നും അവൻക്ക് കിട്ടുന്നില്ല. നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ മാത്രമാണ് അവൻ്റെ മുന്നിലുള്ളത്. ഇവിടെ വരുമ്പോഴും അവനോട് നമ്മൾ പറയുന്നുണ്ട്, മീഡിയകൾക്ക് മുമ്പിൽ ഒരേ ഒരു വാക്കേ മാറ്റങ്ങളൊന്നും റഹീമിന് ഒരിക്കലും അറിയാൻ സാധ്യതയില്ലല്ലോ. കാരണം 20 വർഷം ഇവിടെ ഇല്ലാത്ത ഒരാൾക്ക് മുന്നിലേക്ക് അവൻ വരുമ്പോൾ സ്വാഭാവികമായും ആ ഒരു അജ്ഞത അവൻ്റെ മുന്നിലുണ്ടാകും. അത് മിസ്യൂസ് ചെയ്യരുത് എന്ന് പത്രമാധ്യമങ്ങളോടൊക്കെ നമ്മൾ പറയുന്നു. പക്ഷേ വീണ്ടും ഈ ഓൺലൈൻ മീഡിയകളും അതുപോലെ തന്നെ വന്ന് അവർ ഓരോ ആവശ്യമില്ലാത്തതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹം അത് ആ ഒരു അർത്ഥത്തിൽ എന്താണ് പറയേണ്ടത് പറയരുതാത്തത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് അങ്ങനെ വന്നു പോയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
എന്നുള്ളത്. പിന്നെ അബ്ദുറഹീം ഈ നിയമം അദ്ദേഹത്തിന് ഈ ഫണ്ട് നൽകി സഹായിച്ചവരുടെ മുന്നിലൊക്കെ പോയിട്ടുണ്ട്. എല്ലാവരുടെ മുന്നിലേക്കും പോയി അവരോട് നന്ദിയും കടപ്പാടും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോഴൊക്കെ ഇവർക്ക് ഇദ്ദേഹത്തെ കാണുമ്പോൾ അവിടെ കൂടിയ ജനങ്ങൾ എന്ത് ചെയ്യും, ഇദ്ദേഹം ഇങ്ങനെ പോയി എന്നല്ല വീഡിയോ എടുക്കും, അതൊക്കെ ഇട്ട് സോഷ്യൽ മീഡിയയിലിടും. അത് ഒരു അബ്ദുറഹീമിൻ്റെ ഒരു കുറ്റമായി നമുക്കതിനെ കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അബ്ദുറഹീമിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിൽ പിന്നെ നമ്മൾ പരമാവധി നമ്മൾ ആ ഘട്ടത്തിൽ ഞങ്ങളും അവൻ്റെ സഹോദരൻ നസീർ ആണ് ഈ പിന്നെ അവൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പൂർണ്ണമായും പിന്തുണ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ നാട്ടിലെ പ്രാദേശിക കമ്മിറ്റിയുണ്ട്. പ്രാദേശിക കമ്മിറ്റിയാണ് ഈ ഫണ്ട് സ്വരൂപണത്തിൻ്റെ ഒരു മുഖ്യ പിന്നെ എന്താ പറയുക അതിൻ്റെ കാർമ്മികത്വം വഹിച്ചത്. അവരുടെ പിന്നിൽ നല്ല ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും അതും ഇതേപോലെ തന്നെ സർവകക്ഷിയാണ്. അവരും ഒറ്റക്കെട്ടായി ഇതിൻ്റെ പിന്നിൽ അടിയുറച്ച് നിന്നു. അങ്ങനെ ഈ ഇതൊക്കെ വരുന്ന സമയത്തും അവരുടെയൊക്കെ ഒരു സൂപ്പർവിഷനിൽ കാര്യങ്ങൾ നീക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ മീഡിയകൾ അത് എന്ത് ചെയ്തു, വേറെ തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഒരിക്കലും റഹീമിന് അങ്ങനെ ഒരു വീരപരിവേഷം നൽകേണ്ട ഒരു കാര്യമില്ല എന്ന് മാത്രമല്ല, ഈ സമിതികളൊക്കെ പ്രവർത്തിച്ചതും ഈ ജനങ്ങളൊക്കെ ഫണ്ട് തന്നതും ആ ഉമ്മായുടെ കണ്ണീരപ്പാൻ, ഉമ്മായുടെ മുന്നിലേക്ക് അബ്ദുറഹീമിനെ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്ത് റഹീം കുറ്റവാളിയാണ് എന്നതിൽ ആ ഒരു സൗദി അറേബ്യ പിന്നെ കണ്ടെത്തിയ ആ കുറ്റം അത് ഇല്ലയെന്നൊന്നും ഒരിക്കലും നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. നമ്മൾ ഉമ്മായുടെ ആ കണ്ണീരിനുള്ള ഒരു പിന്നെ എന്താ പറയുക വലിയൊരു മൂമെൻ്റാണ് നമ്മൾ നടത്തിയത്. ആ മൂമെൻറ്റ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തെ നമുക്ക് വിജയിപ്പിക്കാൻ സാധിച്ചു. എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതായത് റഹീമിൻ്റെ ഒരു മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ, ചർച്ച ചെയ്തിട്ടുണ്ടോ? അബ്ദുറഹീമിനെ ഇപ്പോഴും അവന് അതിനുള്ള പ്ലാൻ അവൻ്റെ കുടുംബവും പിന്നെ അവൻ്റെ ഉമ്മയും സഹോദരൻ നസീർ അതുപോലെ മറ്റ് മൂത്തൊരു സഹോദരൻ സലീം, അവരുടെ 3 പെങ്ങന്മാരുണ്ട്. അവരൊക്കെ കൂടി ആലോചിച്ചിട്ട് എന്താ വേണ്ടത് കാര്യങ്ങൾ ചെയ്യാം. അവർക്ക് പല ഓഫറുകളുണ്ട്. ഇതിൽ മറ്റൊന്ന് കൂടി എടുത്ത് പറയാനുള്ളത്, റഹീമിനെ നമ്മുടെ ഈ ഫണ്ട് സമാഹരണത്തിനിടെ അതിൻ്റെ അവസാന ഘട്ടത്തിൽ നമുക്ക് ലുലു ചെയർമാൻ യൂസഫ് അലിക്കയുടെ ഒരു വീട്, റഹീമിനൊരു വീട് കൊടുക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അപ്പം ആ കാര്യങ്ങളിലൊക്കെ പിന്നെ ഇവരുടെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് തീരുമാനം കിട്ടുന്നതനുസരിച്ച് പിന്നെ ചെയ്യുക എന്നുള്ളതാണ്. ഇനി കമ്മിറ്റി എന്താണ്, അവരുടെ കുടുംബത്തിൻ്റെ തീരുമാനം എന്താണോ അതോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് പിന്നെ അബ്ദുറഹീം നിയമസഹായ സമിതിയുടെ ഇപ്പോഴുള്ള ലക്ഷ്യം. എന്തായാലും റഹീമിനെ ജീവിക്കാൻ വിടുക എന്ന് മലയാളികളോട് പറയേണ്ട ഒരു കാര്യമാണ്. അതായത് അവനെ അവൻ്റെ വഴിക്ക് വിടുക, ഇനി അവൻ്റെ പിന്നാലെ കൂടേണ്ടതില്ല എന്നുള്ളൊരു സംഗതി കൂടെ നമുക്ക് പറയേണ്ടതുണ്ട്. തീർച്ചയായും അത് എന്താ പറയുക, അബ്ദുറഹീമിന് പിന്നിൽ ഇങ്ങനെ പിന്നാലെ കൂടുമ്പോഴുണ്ടാകുന്ന വിഷയം അത് മറ്റൊരു രാജ്യത്ത് നിൽക്കുന്ന പ്രവാസികളെ കൂടി ബാധിക്കുന്നു. ഇതിനു വേണ്ടി പണിയെടുത്ത ഒരുപാട് മനുഷ്യരെ കൂടെ അത് ബാധിക്കും. അങ്ങനെ ആത്മാർത്ഥമായി ഊണോ ഉറക്കോ ഇല്ലാതെ രാവും പകലില്ലാതെ പിന്നെ കഠിനാധ്വാനം ചെയ്തവരാണ് പിന്നെ പ്രവാസികൾ, പ്രത്യേകിച്ച് റിയാദിലെ മലയാളി സമൂഹം. അത് സത്യത്തിൽ പ്രയാസപ്പെടുത്തരുത്, പറയാൻ വാക്കുകളില്ല. അവരെ പ്രയാസപ്പെടുത്തുന്ന അല്ലെങ്കിൽ പ്രവാസി സമൂഹത്തിന് എന്തെങ്കിലും രീതിയിൽ ദോഷകരമായി വരുന്ന രീതിയിലുള്ള പിന്നെ കമൻറ്റുകളും മറ്റുമിട്ട് ഈ സംഗതി പിന്നെ ഒരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകരുത് എന്നുള്ളതാണ് പ്രിയപ്പെട്ട മലയാളി സഹോദരങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. 100% സുതാര്യമായി നടന്ന ഒരു സംഗതി. അബ്ദുറഹീമിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒരു ദൗത്യം മാത്രമാണ് ഈ റിയാദിലെ നിയമസഹായ സമിതിയും അതുപോലെ തന്നെ നാട്ടിലെ അബ്ദുറഹീം ട്രസ്റ്റും ഏറ്റെടുത്തത്. ആ ദൗത്യത്തിന് പിന്നിൽ കൈകോർത്ത എല്ലാവർക്കും ഇതുവരെ ഒരു മീഡിയകൾക്ക് മുന്നിലേക്കും വന്നിട്ടില്ല. അങ്ങനെ വരാൻ പലരും നിർബന്ധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പലരും ഈ മീഡിയകൾക്ക് മുന്നിൽ വന്ന് അബ്ദുറഹീമിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലും അബ്ദുറഹീമിനെ നിയമസഹായ സമിതികളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലൊക്കെ കമൻറ്റുകൾ വരുന്നൊരു സാഹചര്യത്തിൽ അത്തരം ഒരു നീക്കങ്ങളും 100% സുതാര്യമായ സംഗതികൾ മാത്രമാണ് നടന്നിട്ടുള്ളത് എന്ന് പിന്നെ മാത്രമാണ് പറയാനുള്ളത്. ഇതിനുവേണ്ടി കൈകോർത്ത ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ എങ്ങനെ ഏത് രീതിയിൽ നന്ദി പറയണമെന്നറിയില്ല. കുറേ പേരുടെ പേരുകൾ ഒരുപക്ഷെ പറയാൻ ഇതിൽ വിട്ടുപോയി കാണും. അവരോടൊക്കെ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയും അതേസമയം
എല്ലാവർക്കും ഹൃദ്യമായ കടപ്പാടും നന്ദിയും ഈ വലിയൊരു ദൗത്യം നിർവഹിക്കുന്നതിലൊപ്പം നിന്നതിലുള്ള സന്തോഷവും രേഖപ്പെടുത്തുന്നു. എന്തായാലും അഷ്റഫിയെ സംബന്ധിച്ചിടത്തോളം ഒരു KMCCയുടെ ഭാരവാഹി എന്നുള്ള നിലക്കും ഒരു പ്രവാസി എന്നുള്ളൊരു പൊതുപ്രവർത്തകൻ നിലക്കൊക്കെ ജീവിതത്തിലെ വലിയൊരു ഒരു നേട്ടം ആണ് ഈ റഹീമിനെ ഇവിടെ കേരളത്തിലെത്തിച്ചു എന്നുള്ളത്. എന്തായാലും അതിനുള്ള പ്രതിഫലം അങ്ങേക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു. തീർച്ചയായും ജനകീയ മുന്നേറ്റത്തിൻ്റെ പിന്നിൽ ഒരാളായി മാത്രമേ ഞാൻ നിന്നിട്ടുള്ളൂ. അല്ലാതെ ഇതിൽ നമുക്കായോ അല്ലെങ്കിൽ വ്യക്തിപരമായി ഈ ടീമിൻ്റെ കൂടെ നിന്ന് എല്ലാവരും അവരോടൊപ്പം നിന്ന് നമ്മൾ ടീം വർക്ക് ചെയ്തു. ആ ടീം വർക്കിനുള്ളൊരു പ്രതിഫലം ആണിത്. അതിൽ വലിയ സന്തോഷമുണ്ട്. താങ്ക് യു. ഓക്കെ, താങ്ക് യു.